പെട്ടെന്ന് വന്നൊരു സാധാരണ തലവേദനയാണ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത്. കണ്ണടച്ചു തുറക്കും മുൻപേ അവൾ തളർന്നു വീണു. ഇന്ന് ചലിക്കാൻ പോലുമാവാതെ അവൾ കിടപ്പിലാണ്. പക്ഷേ ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. അവൾക്ക് വേണ്ടിയാണ് എൻ്റെ ഓരോ ശ്വാസവും. എല്ലാവരും സ്വന്തം ജീവിതം നോക്കാൻ പറഞ്ഞിട്ടും ഞാൻ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അവളുടെ തിരിച്ചുവരവിനു വേണ്ടിയാണ്. നിസാര കാരണങ്ങൾ പറഞ്ഞ് പരസ്പരം ഉപേക്ഷിച്ചു പോകുന്ന ആധുനിക കാലത്തെ ദമ്പതികൾക്ക് മുന്നിൽ സ്നേഹത്തിന്റെ വലിയൊരു മാതൃക തീർക്കുകയാണ് ഹെൻറി എന്ന ഈ യുവാവ്. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണു നിറയിച്ച ഹെൻറിയുടെയും ഋതികയുടെയും ആ പ്രണയകഥ ഹെൻറിയുടെ തന്നെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. യുവാവ് പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ: 2018 ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഒരേ ഓഫീസിലെ സഹപ്രവർത്തകരായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. വളരെ വേഗത്തിലാണ് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി മാറിയത്. ഒരുമിച്ച് ചായ കുടിക്കാൻ പോവുക, സിനിമ കാണുക, ഓഫീസിലെ ചെറിയ കാര്യങ്ങളും ഗോസിപ്പുകളും പങ്കുവെക്കുക, അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനുമപ്പുറം അവൾ എനിക്ക് ആരൊക്കെയോ ആയി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. പരസ്പരം മനസ്സിലാക്കിയും പിന്തുണച്ചും ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ഞങ്ങൾ ആ സത്യം തിരിച്ചറിയുന്നത്. ഞങ്ങൾക്കിടയിലുള്ളത് വെറും ഒരു സൗഹൃദമായിരുന്നില്ല, മറിച്ച് പിരിയാൻ കഴിയാത്ത അത്രയും ആഴമുള്ള പ്രണയമായിരുന്നുവെന്ന്. പക്ഷേ ഞങ്ങളുടെ പ്രണയത്തിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഞാനൊരു സാധാരണ മിഡിൽ ക്ലാസ് ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നുള്ളതാണ്. അവളാകട്ടെ ഒരു ഹൈ ക്ലാസ് ഹിന്ദു കുടുംബത്തിലും. ജാതിയും മതവും സാമ്പത്തികവും എല്ലാം ഞങ്ങൾക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി നിന്നു. എന്നാൽ വിവാഹാലോചനകൾ വന്നപ്പോൾ ഞാനല്ലാതെ മറ്റൊരു പങ്കാളി വേണ്ടെന്ന് അവൾ സ്വന്തം വീട്ടിൽ വാശി പിടിച്ചു. ഒടുവിൽ അവളുടെ സന്തോഷത്തിനു മുന്നിൽ വീട്ടുകാർ വഴങ്ങി. അങ്ങനെ 2020 ഞങ്ങൾ വിവാഹിതരായി. ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ചുവടുവെക്കാൻ തുടങ്ങി. ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ടു പോവുകയായിരുന്നു. രണ്ടുപേരും ഒന്നിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നെയ്തുകൂട്ടി. എന്നാൽ ആ സന്തോഷങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു ദിവസം പെട്ടെന്നാണ് ഋതികയ്ക്ക് കഠിനമായ ഒരു തലവേദന അനുഭവപ്പെടുന്നത്. സാധാരണ ഒരു തലവേദനയായി കരുതിയാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയത്. എന്നാൽ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർമാർ പറഞ്ഞ ആ വാർത്ത എന്നെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. അതൊരു സാധാരണ തലവേദനയായിരുന്നില്ല, മറിച്ച് ബ്രെയിൻ ഹെമറേജ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് അവളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടമായിരുന്നു. എന്നും എൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവൾ ഒരൊറ്റ ദിവസം കൊണ്ട് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതൊരു വലിയ ഷോക്കായിരുന്നു എനിക്ക്. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. ഡോക്ടർമാർക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ഋതിക പൂർണ്ണമായും തളർന്നു പോയിരുന്നു. അവൾക്ക് സംസാരിക്കാനോ നടക്കാനോ, എന്തിന് സ്വന്തമായി കൈകാലുകളൊന്ന് അനക്കാൻ പോലും കഴിയില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അവൾ ഇതേ കിടപ്പിലാണ്. അവൾ എന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസത്തിനായി, എന്നെ നോക്കി പഴയതുപോലെ ഹെൻറി എന്ന് വിളിക്കുന്ന ഒരു നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. കൂടെയുള്ളവർക്കും ഡോക്ടർമാർക്കും വലിയ പ്രതീക്ഷകളില്ലായിരിക്കാം. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അവളെ ഞാൻ കൈവിടില്ല. അവളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എനിക്കിനി ഒന്നിച്ചൊരു ജീവിതമുണ്ടെങ്കിൽ അത് അവൾക്കൊപ്പം മാത്രമായിരിക്കും. പലരും എന്നെ നിർബന്ധിക്കുന്നുണ്ട്, അവൾ ഇനി രക്ഷപ്പെടില്ല, നീ നിന്റെ ജീവിതം നോക്കണം, വേറെ വിവാഹം കഴിക്കണമെന്നൊക്കെ. എന്നാൽ അതിനൊന്നും എനിക്ക് കഴിയില്ല. കാരണം സന്തോഷത്തിൽ മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ അവൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുള്ളത്. ആ വാക്ക് ഞാൻ പാലിക്കും. അവളുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ ഇപ്പോഴും ഞാൻ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു ഹെൻറി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ്. ഹെൻറിയുടെ ഈ പക്വതയാർന്ന തീരുമാനത്തിനും പവിത്രമായ സ്നേഹത്തിനും മുന്നിൽ സോഷ്യൽ മീഡിയ ഇന്ന് നിറഞ്ഞ പിന്തുണയാണ് നൽകുന്നത്. ഋതിക എത്രയും വേഗം രോഗമെല്ലാം മാറി പൂർണ്ണ ആരോഗ്യത്തോടെ ഹെൻറിയുടെ കൈപിടിച്ച് എഴുന്നേറ്റ് വരട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ ഹൃദയസ്പർശിയായ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.